നമസ്കാരം. ഗോൾഡ് പ്രൈസ് കേരള ടുഡേ 2.0 സ്വാഗതം. സ്വർണ്ണവിലയും സ്വർണ്ണ വിപണിയിലെ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നും ആശ്വാസം. ഇന്നലെ പവന് 360 രൂപയാണ് കുറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് വില വീണ്ടും കുറഞ്ഞത്. ഈ മാസം 9-ന് 72,000 രൂപയായി താഴ്ന്ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിരുന്നു. പിന്നീട് വില ഉയർന്ന് ജൂലൈ 23-ന് ഈ മാസത്തെ റെക്കോർഡ് നിലവാരത്തിൽ എത്തിയിരുന്നു. അടുത്ത മാസം വിവാഹ സീസൺ ആരംഭിക്കുന്നതോടെ വില ഇനിയും കൂടാനാണ് സാധ്യത. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിക്കനുസരിച്ചാണ് ഇന്ത്യയിലെ വെള്ളി വില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളി വിലയെ സ്വാധീനിക്കും. 160 രൂപയാണ് ഇന്ന് ഒരു പവന് കുറഞ്ഞിട്ടുള്ളത്. ജൂലൈ 23-നാണ് സ്വർണ്ണവില 75,000 കടന്ന് സർവകാല റെക്കോർഡിലെത്തിയിരുന്നത്. ഇന്ന് 73,200 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. 9,150 രൂപയാണ് ഒരു ഗ്രാമിന് ഇന്ന് നൽകേണ്ടത്. ഇതോടെ കഴിഞ്ഞ 2 ദിവസത്തിനിടെ 500 രൂപയുടെ കുറവാണ് സ്വർണ്ണ വിപണിയിലുണ്ടായത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗോൾഡ് പ്രൈസ് കേരള ടുഡേ 2.0.